ഹലോ എവരി വൺ, വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ. ഞാൻ സോൺ സെബാസ്റ്റ്യൻ, എയ്ഫർ എഡ്യൂക്കേഷനിൽ പൊളിറ്റിക്കൽ സയൻസ് കോർഡിനേറ്റർ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിബറലിസം എന്ന് പറയുന്ന ടോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ യൂണിറ്റ് 1 പൊളിറ്റിക്കൽ തിയറിയിൽ നമ്മൾ 8 പൊളിറ്റിക്കൽ ട്രഡീഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിലെ സിലബസിലുള്ള ഫസ്റ്റ് പൊളിറ്റിക്കൽ ട്രഡീഷൻ ആണ് ലിബറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലിബറലിസം, അപ്പോൾ ലിബറലിസത്തിന്റെ സെൻട്രൽ തീംസ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ്. എങ്ങനെയാണ് ലിബറലിസം എന്ന് പറയുന്ന ഐഡിയോളജി അല്ലെ പൊളിറ്റിക്കൽ ട്രഡീഷൻ ഒറിജിനേറ്റ് ചെയ്തത്, അതിന്റെ ഒരു എവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ടേം ലിബറലിസം ഓർ ലിബറലിസം ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ലിബർ. ലിബർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ലിബറലിസം എന്ന് പറയുന്ന ടേം ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെ ഡിറൈവ് ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ക്ലാസ് ഓഫ് ഫ്രീമാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ക്ലാസ് ഓഫ് ഫ്രീമാൻ. അപ്പം ഏത് വേർഡിൽ നിന്നാണ് ലിബറലിസം എന്ന് പറയുന്ന ട്രഡീഷൻ ഡിറൈവ് ചെയ്യുന്നത് അല്ലെ ടേം ഡിറൈവ് ചെയ്യുന്നത്? ലിബർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ലിബറലിസം എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്യപ്പെടുന്നത്. അത് ഇറ്റ് റെഫേഴ്സ് ടു ക്ലാസ് ഓഫ് ഫ്രീമാൻ. അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ക്ലാസ് ഓഫ് ഫ്രീമാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. പിന്നെ ലിബറലിസം ഈസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി ദാറ്റ് കൺസിഡേഴ്സ് ഇൻഡിവിജ്വൽ ലിബർട്ടി ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ഗോൾ ആൻഡ് എംഫസൈസ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടേം ആണെന്ത് അല്ലെ ഐഡിയോളജി ആണെന്ത്? ലിബറലിസം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഐഡിയോളജി ആണെന്ത് അല്ലെ പൊളിറ്റിക്കൽ ട്രഡീഷൻ ആണെന്ത്? ലിബറലിസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഗോൾ ആൻഡ് എംഫസൈസ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പം ഇൻഡിവിജ്വൽ റൈറ്റ്സ്, അതാണ് ഇൻഡിവിജ്വൽ റൈറ്റ്സും ഇൻഡിവിജ്വൽ ലിബർട്ടി ആണെന്ത് ലിബറലിസത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ലിബറലിസം ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി ഫസ്റ്റ് എംപ്ലോയ്ഡ് ഇൻ സ്പെയിൻ. സ്പെയിനിലാണെന്ത് ലിബറലിസം ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി ഫസ്റ്റ് യൂസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? അത് സ്പെയിനിൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1820 സ്പെയിനിലാണ് ഫസ്റ്റ് ലിബറലിസം ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി ഫസ്റ്റ് എംപ്ലോയ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്യപ്പെടുന്നത്, ഫസ്റ്റ് ഇൻവോക്ക് ചെയ്യപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. സ്പെയിനിലാണ്. പിന്നെ ബൈ 1840s വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ത്രൂ ഔട്ട് യൂറോപ്പ് ആസ് എ ഡിസ്റ്റിൻക്ട് പൊളിറ്റിക്കൽ ഐഡിയോളജി. അപ്പോൾ ബൈ 1840s, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൈ 1840s ഇറ്റ് ഗോട്ട് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ത്രൂ ഔട്ട് യൂറോപ്പ് ആസ് എ ഡിസ്റ്റിൻക്ട് പൊളിറ്റിക്കൽ ഐഡിയോളജി. അപ്പം ഒരു ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ഐഡിയോളജി ആയി മാറിയത് എപ്പോഴാണ്? അത് 1840സിലാണ്. യൂറോപ്പിൽ 1840സിലാണ് എന്ത് ലിബറലിസം ഒരു ഇമ്പോർട്ടന്റ് അല്ലെ ഡിസ്റ്റിൻക്ട് പൊളിറ്റിക്കൽ ഐഡിയോളജി ആയി മാറിയത് എന്നുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ലിബറൽ ഗവൺമെന്റ് ഫോംഡ് അണ്ടർ ഗ്ലാസ്റ്റോൺ ഇൻ 1868 ഇൻ UK. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലാസ്റ്റോൺ എന്ന് പറയുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ ലീഡറിന്റെ നേതൃത്വത്തിലാണ് എന്ത് ഫസ്റ്റ് ലിബറൽ ഗവൺമെന്റ് UK ഫോം ചെയ്യുന്നത്. അത് എപ്പോഴാണ്? 1868ലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. 1868 ഗ്ലാസ്റ്റോൺ എന്ന് പറയുന്ന ലീഡറിന്റെ നേതൃത്വത്തിലാണ് എന്ത് ഫസ്റ്റ് ലിബറൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അതെവിടെയാണ്? അത് UK എന്നുള്ളതാണ്. പിന്നെ ലിബറൽ ഐഡിയാസ് റിസൾട്ട് ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി ആൻഡ് എമർജൻസ് ഓഫ് എ മാർക്കറ്റ് സിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിബറൽ ഐഡിയാസ് എങ്ങനെയാണ് ലിബറലിസം എമേർജ് ചെയ്ത് വരുന്നത്? ലിബറൽ ഐഡിയാസ് റിസൾട്ട് ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബ്രേക്ക് ഡൗൺ ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി. അപ്പം ലിബറലിസം ഡെവലപ്പ് ചെയ്തു വരുന്നു. അതിന് മുന്നേ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, അല്ല അതിന് മുന്നേ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് എന്ത് സിസ്റ്റം ആയിരുന്നു? അത് ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു. നമുക്കറിയാം ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ അൺഈക്വൽ ആയിട്ടൊരു സിസ്റ്റം ആണ്. എന്ത്? ഫ്യൂഡലിസം അല്ലെ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആൾട്ടർനേറ്റീവ് എങ്ങനെയായിരിക്കണം? നാച്ചുറലി അത് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും ഇൻഡിവിജ്വൽ റൈറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിസ്റ്റം ആയിരിക്കണം അല്ലെ. അപ്പം ലിബറൽ ഐഡിയാസ് റിസൾട്ട് അല്ലെ ലിബറലിസം റിസൾട്ട് ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി. അപ്പം ഫ്യൂഡൽ സൊസൈറ്റി നശിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഫ്യൂഡൽ സൊസൈറ്റിയുടെ ബ്രേക്ക് ഡൗൺ, ഫ്യൂഡൽ സൊസൈറ്റിയുടെ എലിമിനേഷൻ സംഭവിച്ചത് പിന്നെ ഇറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ലിബറലിസം അല്ലെ ലിബറൽ ഐഡിയാസ്. അപ്പൊ അതിന്റെ നാച്ചുറൽ ആൾട്ടർനേറ്റീവ് എന്തായിരുന്നു? ലിബറൽ ഐഡിയാസ് ആയിരുന്നു. ഇൻഡിവിജ്വൽ ലിബർട്ടിക്കും ഇൻഡിവിജ്വൽ റൈറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ലിബറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ ഉണ്ടായിരുന്ന സിസ്റ്റം എന്തായിരുന്നു? ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു. വളരെ അൺഈക്വൽ ആയിട്ടുള്ള, വളരെ ഹയറാർക്കിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ആണെന്ത്? ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ബ്രേക്ക് ഡൗണിലൂടെയാണ് എന്ത് ലിബറൽ ഐഡിയാസ് അല്ല ലിബറലിസം എമേർജ് ചെയ്തു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. അതെന്താണ്?
എമർജൻസ് ഓഫ് മാർക്കറ്റ് സിസ്റ്റം. മാർക്കറ്റ് സിസ്റ്റത്തിന്റെ എമർജൻസ്, അതോടൊപ്പം സംഭവിച്ച കാര്യമാണ് എന്ത്? മാർക്കറ്റ് സിസ്റ്റം, എമർജൻസ് ഓഫ് ഫ്രീ മാർക്കറ്റ് സിസ്റ്റം. അപ്പൊ അങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചപ്പോൾ എന്താണ്? ലിബറലിസം ഡെവലപ്പ് ചെയ്തു, അല്ലെ ലിബറൽ ഐഡിയാസ് ഡെവലപ്പ് ചെയ്തു, അതിനൊരു ട്രാക്ഷൻ കിട്ടി, അട്രാക്ഷൻ കിട്ടി എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ലിബറലിസം റിഫ്ലക്ട് ദ ആസ്പിറേഷൻസ് ഓഫ് റൈസിംഗ് മിഡിൽ ക്ലാസിന്റെ ആസ്പിറേഷൻസ് ആണ് മെയിൻ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ 19th century ഇൻ മെനി വേസ് ലിബറൽ സെഞ്ചുറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 19th century ആണ് എന്ത്? ലിബറൽ സെഞ്ചുറി എന്ന് അറിയപ്പെടുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് ഇൻ ദി സെഞ്ചുറി ഇൻഡസ്ട്രിയലൈസേഷൻ സ്പ്രെഡ് ആൻഡ് ലിബറൽ ഐഡിയാസ് ട്രയംഫ്ഡ്. അപ്പം 19th centuryയിലാണ് എന്ത്? ഇൻഡസ്ട്രിയലൈസേഷൻ സ്പ്രെഡ് ചെയ്തും അതോടൊപ്പം തന്നെ ലിബറൽ ഐഡിയാസ് ട്രയംഫ് ചെയ്തു, അല്ലെ ലിബറൽ ഐഡിയാസിന് പിന്നെ അക്സെപ്റ്റൻസ് കിട്ടിയത് എപ്പോഴാണ്? 19th century. അതുകൊണ്ടാണ് എന്ത്? 19th century in many ways a liberal century, or 19th century is known as liberal century because it was in this century industrialization spread and liberal ideas triumphed, or liberal ideas got acceptance എന്നുള്ളതാണ്. It is considered as a western ideology. നമുക്കറിയാം യൂറോപ്പിലാണ് ഫസ്റ്റ്, യുകെയിലാണ് ഫസ്റ്റ് ലിബറൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്പെയിനിലൊക്കെയാണ് ഫസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയായി അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊരു അക്സെപ്റ്റൻസ് റെക്കഗ്നീഷൻ കിട്ടുന്നത്. അപ്പം യൂറോപ്പാണ്, അത് ബേസിക്കലി ഒരു വെസ്റ്റേൺ ഐഡിയോളജിയാണ്, യൂറോപ്പിലാണ് മെയിൻ ആയിട്ട് ഇത് എമേർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ വെസ്റ്റേൺ ഐഡിയോളജി. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ജോൺ ലോക്ക് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ലിബറലിസം. ജോൺ ലോക്ക് ആണ് എന്ത്? ഫാദർ ഓഫ് ലിബറലിസം എന്നറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. John Locke is known as father of liberalism. He established liberalism as a concrete philosophical tradition because he established a systematic framework for ലിബറൽ ഐഡിയോളജി, അല്ലെ ലിബറലിസം എന്നുള്ളതാണ്. അപ്പോൾ ജോൺ ലോക്കിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമുക്കറിയാം. നാച്ചുറൽ റൈറ്റ്സ്, പിന്നെ അതോടൊപ്പം തന്നെ സോഷ്യൽ കോൺട്രാക്ട്, ഒരു ലിബറൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് ജോൺ ലോക്ക് മെയിൻ ആയിട്ട് പറയുന്നത്. സോ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലിബറലിസം. ഇതാണ് ജോൺ ലോക്കിന്റെ ഒരു ഫോട്ടോയാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ജെഎസ് മിൽസ് ഐഡിയാസ് കൺസിഡേഴ്സ് ഹേർട്ട് ഓഫ് ലിബറലിസം. 6 ഐഡിയോളജീസ് ആണ് ഹേർട്ട് ഓഫ് ലിബറലിസം എന്ന് അറിയപ്പെടുന്നത്. ജെഎസ് മില്ലിന്റെ ഐഡിയാസ് അല്ലെങ്കിൽ ജെഎസ് മില്ലിന്റെ തോട്ട്സ് ആണ് എന്ത്? ഹേർട്ട് ഓഫ് ലിബറലിസം എന്നറിയപ്പെടുന്നത്. ബിക്കോസ് he tried to create a bridge between classical and modern liberalism. അപ്പം 2 സ്കൂൾ ഓഫ് തോട്ട്, ലിബറലിസത്തിന് 2 ടൈപ്സ് അല്ലെങ്കിൽ 2 സ്കൂൾ ഓഫ് തോട്ട് ആണ് എന്ത്? ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ലിബറലിസം. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം he neither followed classical or modern liberalism. അപ്പം he tried to create a middle path, or he followed a middle path. അതുകൊണ്ടാണ് എന്ത്? his ideas considered as heart of liberalism. ജെഎസ് മില്ലിന്റെ ഐഡിയാസ് ആണ് എന്ത്? ഹേർട്ട് ഓഫ് ലിബറലിസം എന്ന് അറിയപ്പെടുന്നത്. ബിക്കോസ് he tried to create a bridge between classical and modern liberalism എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജോൺ ലോക്ക് ആണ് ഫാദർ ഓഫ് ലിബറലിസം എന്ന് അറിയപ്പെടുന്നത്. ഇത് ജോൺ ലോക്കിന്റെ ഫോട്ടോയാണ്. പിന്നെ ബിക്കോസ് he established liberalism as a concrete philosophical tradition. അപ്പോൾ ജോൺ ലോക്കിന്റെ കോൺട്രിബ്യൂഷൻസും അതോടൊപ്പം തന്നെ ജെഎസ് മില്ലിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ യൂണിറ്റ് 2 പൊളിറ്റിക്കൽ തോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്, ഫാക്ട്സ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും നോട്ട് ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് സെൻട്രൽ തീംസ് ഓഫ് ലിബറലിസം, അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിബറലിസം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം ആണ്. ഇൻഡിവിജ്വൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഡിവിജ്വൽ റൈറ്റ്സ്, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും വ്യക്തികളുടെ അവകാശങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അത് അൾട്ടിമേറ്റ് എയിം ആയിട്ട് കാണുന്ന ഒരു ഫിലോസഫിയാണ്, പൊളിറ്റിക്കൽ ഫിലോസഫി അല്ല പൊളിറ്റിക്കൽ ഐഡിയോളജി ആണ് എന്ത്? ലിബറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തീം അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം ആണ്. എന്താണ് ഇൻഡിവിജ്വലിസം? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ബിലീഫ് ഇൻ ദ സുപ്രീം ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വലിസം ഈസ് നത്തിങ് ബട്ട് ബിലീഫ് ഇൻ ദി സുപ്രീം ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇൻഡിവിജ്വൽസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ ഗ്രൂപ്പിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ല കമ്മ്യൂണിറ്റിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇൻഡിവിജ്വൽസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓവർ എനി സോഷ്യൽ ഗ്രൂപ്പ് ഓർ കളക്റ്റീവ് ബോഡി. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻഡിവിജ്വലിസം, നോട്ട് അബൌട്ട് കളക്ടിവിസം. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഫ്യൂഡൽ പീരീഡ് ഇൻഡിവിജ്വൽസ് ആർ സീൻ ആസ് മെമ്പേഴ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്, ഫാമിലി, വില്ലേജ്, ലോക്കൽ കമ്മ്യൂണിറ്റി ഓർ സോഷ്യൽ ക്ലാസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്യൂഡലിസം ആ ബ്രേക്ക് ഡൗൺ സംഭവിച്ചതുകൊണ്ടാണ് എന്ത്? ലിബറൽ ഐഡിയാസ് എമേർജ് ചെയ്ത് വരുന്നത്. അപ്പം അതിന് മുന്നേ ഉള്ള സിസ്റ്റം ആയിരുന്നു എന്ത്? ലിബറലിസം എമേർജ് ചെയ്ത് വരുന്നു, ഡെവലപ്പ് വന്നതിന് മുമ്പേ ഉള്ള സിസ്റ്റം എന്തായിരുന്നു? ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു. അപ്പൊ ഫ്യൂഡൽ സിസ്റ്റം എങ്ങനെയാണ് സംഭവം? Individuals are seen as members of social groups, family, village, local community or social class. ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഇല്ല എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ് ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പം അവർക്കൊരു ഒരു ഗ്രൂപ്പിന്റെ മെമ്പർ ആയിരിക്കും. അത് റിലീജിയൻ ആകാം, അല്ലെങ്കിൽ കാസ്റ്റ് ആകാം, റേസ് ആകാം, മറ്റു തരത്തിലുള്ള ഗ്രൂപ്പ് ആകാം, ഒരു കളക്റ്റീവ് ബോഡി ആകാം. അപ്പം ആ ഐഡന്റിറ്റി ആണ് എന്ത്? ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിസിഷൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായിരുന്നു ഫ്യൂഡൽ സിസ്റ്റത്തിലെ ഫ്യൂഡൽ പീരീഡിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇൻഡിവിജ്വൽസ് ആർ
മിയർ മെമ്പേഴ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പം അവർക്ക് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഇല്ല, അവരുടെ സോഷ്യൽ ഐഡന്റിറ്റി അല്ല, അവരുടെ ഗ്രൂപ്പ് ഐഡന്റിറ്റി ആണെന്ത് ഇൻഡിവിജ്വൽസിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ ഡിസിഷൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അവർക്കൊരു ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലെ ഇൻഡിവിജ്വൽ വോയിസ് ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്യൂഡൽ പീരീഡിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇൻ കോൺട്രാസ്റ്റ് ടു ഫ്യൂഡൽ സിസ്റ്റം ഇൻ മാർക്കറ്റ് ഓറിയന്റഡ് സൊസൈറ്റീസ് ഇൻഡിവിജ്വൽസ് ഗിവൺ ചോയ്സ് ആൻഡ് എൻകറേജ് ടു തിങ്ക് ഫോർ ദംസെൽസ്. അപ്പോൾ ഫ്യൂഡൽ പീരീഡ് അല്ലെ ഫ്യൂഡലിസത്തിന്റെ ആൾട്ടർനേറ്റീവ് നാച്ചുറൽ ആൾട്ടർനേറ്റീവ് എങ്ങനെയായിരിക്കണം ഇൻഡിവിജ്വൽസിന് അല്ലെ ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കണം. നാച്ചുറൽ ആൾട്ടർനേറ്റീവ് സ്വാഭാവികമായിട്ടുള്ള ബദൽ എങ്ങനെയായിരിക്കണം ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കണം. അപ്പം എൻകറേജ് ടു ഇൻ കോൺട്രാസ്റ്റ് ടു ഫ്യൂഡൽ സിസ്റ്റം ലിബറലിസം എൻകറേജ് ടു തിങ്ക് ഫോർ ദംസെൽസ്. ഇപ്പോൾ ഇൻഡിവിജ്വൽസ് അവരവരുടേതായ ചോയ്സ് വേണം, ഇൻഡിവിജ്വൽസിന് അവരവരുടേതായ ഡിസിഷൻസ് വേണം. അപ്പം അതൊക്കെ എടുക്കാൻ എന്താണ് ലിബറലിസം എൻകറേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിബറലിസം അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇൻഡിവിജ്വൽസ് ആർ ബോൺ വിത്ത് ഗോഡ് ഗിവൻ നാച്ചുറൽ റൈറ്റ്സ് അഡ്വക്കേറ്റഡ് ബൈ ജോൺ ലോക്ക് ആസ് റൈറ്റ് ടു ലൈഫ് ലിബർട്ടി പ്രോപ്പർട്ടി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജോൺ ലോക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ആണെന്ത് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ലിബറലിസം ഇൻഡിവിജ്വൽസ് ആർ ബോൺ വിത്ത് ഗോഡ് ഗിവൻ നാച്ചുറൽ റൈറ്റ്സ് അഡ്വക്കേറ്റഡ് ബൈ ജോൺ ലോക്ക് ആസ് റൈറ്റ് ടു ലൈഫ് ലിബർട്ടി പ്രോപ്പർട്ടി. അപ്പം അക്കോർഡിംഗ് ടു ജോൺ ലോക്ക് 3 നാച്ചുറൽ റൈറ്റ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. ഇൻ ദ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തോമസ് ജെഫർസൺ ഡിസ്ക്രൈബ് 3 നാച്ചുറൽ റൈറ്റ്സ്. അക്കോർഡിംഗ് ടു തോമസ് ജെഫർസൺ ഏതൊക്കെയാണ് നാച്ചുറൽ റൈറ്റ്സ്? റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. പ്രോപ്പർട്ടി ഇല്ല അക്കോർഡിംഗ് ടു തോമസ് ജെഫർസൺ. 3 നാച്ചുറൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ജോൺ ലോക്ക് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അവിടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇല്ല. അതിന് പകരം എന്താണല്ലേ അവിടെ എന്താണ്? റൈറ്റ് ടു പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യാം. അപ്പം അക്കോർഡിംഗ് ടു ജോൺ ലോക്ക് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി ആണ് നാച്ചുറൽ റൈറ്റ്സ്. അക്കോർഡിംഗ് ടു തോമസ് ജെഫർസൺ അതായത് അദ്ദേഹത്തിന്റെ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 3 നാച്ചുറൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. പിന്നെ ജർമ്മൻ ഫിലോസഫർ ഇമ്മാനുവൽ കന്റ് എന്താണ് പറയുന്നത്? ഈ ഡിസ്ക്രൈബ് ഇൻഡിവിജ്വൽസ് ആസ് എൻഡ് ഇൻ ദംസെൽസ് റാദർ ദാൻ മീൻസ് ടു മീറ്റ് അതേഴ്സ്. അപ്പോൾ ഇൻഡിവിജ്വൽസിന് അവരവരുടെ ഐഡന്റിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽസിന് അവരവരുടേതായ ഗോൾസ് ഉണ്ട്, ഇൻഡിവിജ്വൽസിന് അവരവരുടേതായ അസ്പിറേഷൻസ് ഉണ്ട്. അത് മീറ്റ് ചെയ്യുക. അതെങ്ങനെ മീറ്റ് ചെയ്യാന്നാണ് എന്ത് ഇൻഡിവിജ്വൽസ് ശ്രദ്ധിക്കേണ്ടത്. അല്ല അതിനാണ് എന്ത് ഇൻഡിവിജ്വൽസ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ല മറ്റുള്ളവർക്ക് വേണ്ടി അല്ല, ഒരു സോഷ്യൽ ഗ്രൂപ്പിന് വേണ്ടി അല്ല, അവരുടെ സോഷ്യൽ ലീഡർ അവരുടെ ഗ്രൂപ്പ് ലീഡറിന് വേണ്ടി അല്ല, സോഷ്യൽ ഗ്രൂപ്പിന് വേണ്ടി ആയിരിക്കരുത് എന്ത് ഇൻഡിവിജ്വൽസ് ഫോക്കസ് ചെയ്യേണ്ടത്. അവർക്ക് അവരുടേതായ ചോയ്സ് ഉണ്ട്, അവർക്ക് അവരുടേതായ ആസ്പിറേഷൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ഗോൾസ് ഉണ്ട്. അത് എങ്ങനെ മീറ്റ് ചെയ്യണം, അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നാണ് എന്ത് ഇൻഡിവിജ്വൽസ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് ഇമ്മാനുവൽ കന്റ് പറയുന്നത്. ഡിസ്ക്രൈബ് ഇൻഡിവിജ്വൽസ് ആസ് എൻഡ് ഇൻ ദംസെൽഫ് റാദർ ദാൻ മീൻസ് ടു മീറ്റ് അതേഴ്സ്. ആൻഡ് മറ്റുള്ളവർക്ക് വേണ്ടി, അത് ചിലപ്പോൾ അവരുടെ ലീഡർ ആകാം, സോഷ്യൽ ഗ്രൂപ്പിന്റെ ലീഡർ ആകാം, അല്ലെങ്കിൽ മറ്റു പലരും ആകാം. അപ്പം അവർക്ക് വേണ്ടിയല്ല പണിയെടുക്കേണ്ടത് എന്ത്, മറിച്ച് അവരവർക്ക് വേണ്ടിയാണ് എന്ത് പണിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അറ്റോമിസ്റ്റിക് വ്യൂ. എന്താണ് അറ്റോമിസ്റ്റിക് വ്യൂ? സൊസൈറ്റി ഈസ് സിംപ്ലി എ കളക്ഷൻ ഓഫ് ഇഗോയിസ്റ്റിക്കൽ ഇൻഡിവിജ്വൽസ് ഈച്ച് സീക്കിംഗ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഇൻഡിവിജ്വൽസ് ആസ് ഐസൊലേറ്റഡ് ആറ്റംസ് വിത്തിൻ സൊസൈറ്റി. അപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയിട്ട് അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് എന്ത് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു കളക്റ്റീവ് ഐഡന്റിറ്റി ഒന്നുമില്ല. ഇനി ഈച്ച് ഗ്രൂപ്പ്, ഈച്ച് ഇൻഡിവിജ്വൽസ് എന്താണ്? അവർക്ക് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഉണ്ട്, അവരവരുടെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റീസ് ഉണ്ട്, അവരവരുടെ ഗോൾസ് ഉണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ഫോക്കസ് ചെയ്ത്, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് എന്ത് സൊസൈറ്റി എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഈഗോയിസ്റ്റിക് ഇൻഡിവിജ്വൽസ് ഈച്ച് സീക്കിംഗ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഇൻഡിവിജ്വൽസ് ആസ് ഐസൊലേറ്റഡ് ആറ്റംസ് വിത്തിൻ സൊസൈറ്റീസ്. അപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടമാണ് എന്ത് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം അതിനൊരു കളക്റ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നില്ല. നത്തിങ് ബട്ട് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് ഈഗോയിസ്റ്റിക്കൽ ഇൻഡിവിജ്വൽസ് സീക്കിംഗ് ടു സാറ്റിസ്ഫൈ ദർ നീഡ്സ്. അപ്പം ഓരോ ഇൻഡിവിജ്വൽ എന്തായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? ഓരോ ഇൻഡിവിജ്വലും ഫോക്കസ് ചെയ്യുക എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലെത്താം, അല്ലെ എങ്ങനെ നമുക്ക് എന്താണ് നമ്മളെ കാര്യം നോക്കി എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് ഓരോ ഇൻഡിവിജ്വൽസും ശ്രദ്ധിക്കുക. അവരുടെ ഫോക്കസ് അതായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം മാത്രമാണ് എന്ത് സൊസൈറ്റി എന്ന് പറയുന്നത്. അതാണ് അറ്റോമിസ്റ്റിക് വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ CB മക്പേഴ്സൺ ഡിസ്ക്രൈബ് ലിബറലിസം ആസ് പൊസസീവ് ഇൻഡിവിജ്വലിസം regarding individuals as the proprietor of his own person capacities owing nothing to society for them. വളരെ ഇമ്പോർട്ടന്റ് ആണ്. CB മക്പേഴ്സൺ എന്ന് പറയുന്ന
തിങ്കർ ആണെന്ത് ലിബറലിസത്തെ പൊസസീവ് ഇൻഡിവിജ്വലിസം എന്ന് വിളിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ആരാണ് ലിബറലിസത്തെ പൊസസീവ് ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അത് CB മക്ഫേഴ്സൺ ആണ്. എന്തുകൊണ്ടാണ്? ഓരോ ഇൻഡിവിജ്വൽ ആണ് അവരവരുടെ പ്രൊപ്പറേറ്റർ, ഓരോ ഇൻഡിവിജ്വൽ ആണ് അവരവരുടെ ഓണർ. അപ്പം അവരുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? അവരവർ തന്നെ ആയിരിക്കും എന്നാണ്. ഓരോ ഇൻഡിവിജ്വൽ ആണ് അവരവരുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാനോ മറ്റുള്ളവർക്ക് അതിന് ഡിസിഷൻ എടുക്കാനോ മറ്റുള്ളവർക്ക് അതിന് പിന്നെന്താണ് ഇമ്പോസ് ചെയ്യാനോ ഉള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ലിബറൽസ്. അക്കൗണ്ട് ലിബറൽസ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. എല്ലാ ഇൻഡിവിജ്വൽസ് ആണ് തീരുമാനിക്കുക, അവരവരുടെ കാര്യം തീരുമാനിക്കുക ആരായിരിക്കും? അവരവർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പൊസസീവ് ഇൻഡിവിജ്വലിസം എന്ന് CB മക്ഫേഴ്സൺ ലിബറലിസത്തെ ഡിസ്ക്രൈബ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. എല്ലാവരും നോട്ട് ചെയ്യുക. CB മക്ഫേഴ്സൺ ആണ് ലിബറലിസത്തെ പൊസസീവ് ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഹി റിഗാർഡഡ് ഇൻഡിവിജ്വൽസ് ആസ് പ്രൊപ്പറേറ്റർ ഓഫ് ഹിസ് ഓൺ പേഴ്സൺ ഓർ കപ്പാസിറ്റീസ് ഓവിങ് നത്തിങ് ടു സൊസൈറ്റി ഫോർ ദം. അപ്പം അവരവരുടെ കാര്യങ്ങൾ എന്താണ്? ഓരോ ഇൻഡിവിജ്വൽസ് ഓണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ എന്ന് അവരവർ തന്നെ ആയിരിക്കും. അപ്പോൾ അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അവർക്ക് സൊസൈറ്റിയോട് ഒരു ഒബ്ലിഗേഷനോ കടമയോ കാര്യങ്ങളോ ഒന്നും റെസ്പോൺസിബിലിറ്റിയോ ഒന്നുമില്ല. അവരവരുടെ കാര്യം അവർക്ക് അവരവരോട് തന്നെ ആയിരിക്കും എന്ത് റെസ്പോൺസിബിലിറ്റി. ഓരോ ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റി ആരോടായിരിക്കും? അവരവരോട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ആണ് ഫ്രീഡം. നെക്സ്റ്റ് ക്യാരക്ടേഴ്സ്, നെക്സ്റ്റ് തീമാണ്, ഇമ്പോർട്ടൻറ്റ് തീമാണ് എന്ത്? ഫ്രീഡം എന്ന് പറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡിവിജ്വൽ ലിബർട്ടി, മനുഷ്യാവകാശങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫിലോസഫി ആണെന്ത്? ലിബറലിസം എന്ന് പറയുന്നത്. അപ്പം ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ലിബറലിസത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. ഇൻഡിവിജ്വലിസം ലീഡ്സ് ടു കമ്മിറ്റ്മെന്റ് ടു ഇൻഡിവിജ്വൽ ഫ്രീഡം ഓർ ലിബർട്ടി. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡിവിജ്വൽസിന് അവരവരുടേതായ ആസ്പിറേഷൻസ് ഉണ്ടാകും, ഗോൾ ഉണ്ടാകും, അവർക്ക് അവരുടേതായ പിന്നെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടാകും. അപ്പം അച്ചീവ് ചെയ്യാനുണ്ടാകും. അപ്പം ആ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്താണ്? നമുക്ക് ഫ്രീഡം വേണം. ആ ഫ്രീഡം ഉണ്ടെങ്കിൽ, അത് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, അല്ലെ അതിനനുസരിച്ചുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം എന്താണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പം ഇൻഡിവിജ്വൽസം ലീഡ്സ് ടു കമ്മിറ്റ്മെന്റ് ടു ഇൻഡിവിജ്വൽ ഫ്രീഡം ഓർ ലിബർട്ടി. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരുടെ രീതിക്കനുസരിച്ച് ജീവിക്കാൻ എന്താണ്? ഫ്രീഡം വേണം, സ്വാതന്ത്ര്യം വേണം. അതാണ് ഇവിടെ പറയുന്നത്. ഡു നോട്ട് ആക്സെപ്റ്റ് ദ ഇൻഡിവിജ്വൽസ് ഹാവ് അബ്സല്യൂട്ട് എൻറ്റൈറ്റ്മെന്റ് ടു ഫ്രീഡം. അപ്പം ഒരു ആബ്സല്യൂട്ട് എൻറ്റൈറ്റ്മെന്റ് അല്ലെ ആബ്സല്യൂട്ട് ഫ്രീഡത്തെ കുറിച്ച് അങ്ങനെ എല്ലാവരും പറയുന്നില്ല, എല്ലാ ലിബറൽ തിങ്കേഴ്സും പറയുന്നില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓൺ ലിബർട്ടി, ജെസ്മിൽ ആർഗ്യൂഡ് ദാറ്റ് ദ ഓൺലി പർപ്പസ് ഫോർ വിച്ച് പവർ ക്യാൻ ബി റൈറ്റ്ഫുള്ളി എക്സൈസ് ഓവർ എനി മെമ്പേഴ്സ് ഓഫ് എ സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ഹിസ് വിൽ ഈസ് ടു പ്രിവെന്റ് ഹാം ടു അതേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജെസ്മിലിന്റെ ഹാം പ്രിൻസിപ്പിൾ. അപ്പോൾ ഓൺ ലിബർട്ടി എന്ന് പറയുന്ന പുസ്തകത്തിൽ ജെസ്മിൽ എന്താണ് പറയുന്നത്? ഓൺലി കണ്ടീഷൻ അല്ലെ ഓൺലി പർപ്പസ് ഫോർ വിച്ച് പവർ ക്യാൻ ബി റൈറ്റ്ഫുള്ളി എക്സൈസ്. അപ്പോൾ ഒരു മനുഷ്യന്റെ മേൽ പവർ എക്സൈസ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ക്രൈറ്റീരിയ എന്താണ്? അപ്പൊ അതെന്താണ്? ടു പ്രിവെന്റ് ഹാം ടു അതേഴ്സ്. അപ്പം മറ്റുള്ളവർക്ക് ഹാം സംഭവിക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പൊ ഞാൻ കാരണം, ഫോർ എക്സാമ്പിൾ ഞാൻ കാരണം മറ്റൊരാൾക്ക് ഹാം സംഭവിക്കുകയാണ്. അപ്പോൾ എന്താണ്? എന്റെ ഫ്രീഡത്തിന്മേൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാം എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു ജെസ്മിൽ പറയുന്നത്. മറ്റുള്ളവർക്ക് ഹാം സംഭവിക്കാതിരിക്കാൻ എന്താണ്? നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേൽ അല്ലെ നമ്മുടെ ഫ്രീഡത്തിന് മേൽ എന്താണ്? റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ വിൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടു കൈൻഡ്സ് ഓഫ് ആക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് റിഗാർഡിങ് ആൻഡ് അതർ റിഗാർഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെസ്മിൽ രണ്ട് ആക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ജെസ്മിൽ ടു ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് റിഗാർഡിങ്, രണ്ടാമത്തത് അതർ റിഗാർഡിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സെൽഫ് റിഗാർഡിങ് എന്താണ്? ഇൻഡിവിജ്വൽസ് ഹാവിംഗ് ആബ്സല്യൂട്ട് ഫ്രീഡം. സെൽഫ് റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് ആബ്സല്യൂട്ട് ഫ്രീഡം ഉള്ള എന്താണ് ആക്ഷൻ ആണിത്? സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ്. അപ്പോൾ ആ ഒരു ആക്ഷൻസ് മേലെ എന്താണ്? ഇൻഡിവിജ്വൽസ് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. അപ്പോൾ അതർ റിഗാർഡിംഗ് അങ്ങനെയല്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അതർ റിഗാർഡിംഗ് ആക്ഷൻസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പം ഇത് സെൽഫ് റിഗാർഡിങ്ങും ഇത് അതർ റിഗാർഡിങ്ങും. സെൽഫ് റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഡ്രഗ് കൺസ്യൂം ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ അവരവരുടെ ആവശ്യമാണ്, അവർക്ക് മറ്റുള്ളവരെ അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അയാൾക്ക് മാത്രമാണ് എന്ത്? അതിന്റെ ഇമ്പാക്ട് കോൺസിക്വൻസ് അയാൾ മാത്രമാണ് ഫേസ് ചെയ്യുന്നത്, മറ്റുള്ളവർ അത് ഫേസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് സെൽഫ് റിഗാർഡിംഗ്? ഇതൊരു സെൽഫ് റിഗാർഡിംഗ് ആക്ട് ആണ്. ഒരാൾ ഡ്രഗ് കൺസ്യൂം ചെയ്യുന്നു, അത് അയാളെ മാത്രമാണ് ബാധിക്കുക, മറ്റൊരാളെയും ബാധിക്കുന്നില്ല. കോൺസിക്വൻസ് ഫേസ് ചെയ്യുന്ന ആരായിരിക്കും? ആ മനുഷ്യൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതർ റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരാൾക്ക് കൊടുക്കുന്നു, അപ്പം പിന്നെ പെർസ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഫോഴ്സ് ചെയ്യുന്നു, ഡ്രഗ് കൺസ്യൂം ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നു. അത് പാടില്ല. അതെന്താണ്? മറ്റുള്ളവരെ അഫക്ട് ചെയ്യും, അല്ലെ? ഞാൻ ഒരാൾക്ക് ഡ്രഗ് ഫോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്, അത് മറ്റുള്ളവരെ അഫക്ട് ചെയ്യും. അത് അതർ റിഗാർഡിംഗ് ആണ്. മറ്റുള്ളവരെ അഫക്ട് ചെയ്യും, മറ്റൊരാളെ അഫക്ട് ചെയ്യുന്ന, മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന എന്താണ്? ഒരു ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ആക്ട് ആണ് എന്ത്? ഈ ഒരു സംഭവം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാളെ ഫോഴ്സ് ചെയ്യുന്നു, ഡ്രഗ് കൺസ്യൂം ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നു.
അത് പാടില്ല. അക്കോർഡിംഗ് ടു JS Mill അത് ഹാംഫുൾ, മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന കാര്യം എന്താണ്, റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഒരു ആക്ഷനിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല, കാരണം അത് നമ്മളെ മാത്രമേ ഹാം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇൻ 2 കോൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 കോൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന പുസ്തകത്തിൽ UK ഹിസ്റ്റോറിയൻ ഇഷ്യ ബെർലിൻ എന്താണ് 2 ടൈപ്സ് ഓഫ് ലിബർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടി. 2 കോൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇഷ്യ ബെർലിൻ 2 ടൈപ്സ് ഓഫ് ലിബർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടി എന്താണ് നമുക്ക് നോക്കാം. നെഗറ്റീവ് ലിബർട്ടി എന്താണ്, ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻസ് അപ്പോൺ ഇൻഡിവിജ്വൽസ്. അപ്പം നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊരവസ്ഥയാണെന്ത് നെഗറ്റീവ് ലിബർട്ടി. മെയിൻലി അസോസിയേറ്റ് വിത്ത് ഏർലിയോ ക്ലാസിക്കൽ ലിബറലിസം. ക്ലാസിക്കൽ ലിബറലിസത്തിലാണ് മെയിനായിട്ട് നെഗറ്റീവ് ലിബർട്ടിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ക്ലാസിക്കൽ ലിബറലിസം ആണെന്ത് നെഗറ്റീവ് ലിബർട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻസ് ആണെന്ത് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. പോസിറ്റീവ് ലിബർട്ടി എന്താണ്, കണ്ടീഷൻസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ആർ ഏബിൾ ടു ഡെവലപ്പ് ദ സ്കിൽസ്. അപ്പം എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടെ സ്കിൽസ് അല്ലെങ്കിൽ അവരവരുടെ ടാലന്റ് ഡെവലപ്പ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്ന അവസ്ഥയാണിത് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സർക്കംസ്റ്റൻസ് സിറ്റുവേഷൻ ആണെന്ത് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ, ഇറ്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ക്ലാസിക്കൽ ലിബറലിസം. അല്ലെ ക്ലാസിക്കൽ ലിബറലിസം ആണ് മെയിനായിട്ട് നെഗറ്റീവ് ലിബർട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരാനുള്ള, പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തെയാണ് എന്ത് പോസിറ്റീവ് ലിബർട്ടിന് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻലി അസോസിയേറ്റ് വിത്ത് ലേറ്റർ ഓർ മോഡേൺ ലിബറൽസ് ആണ് മെയിനായിട്ട് ക്ലാസിക്കൽ ലിബറൽസ് പോസിറ്റീവ് ലിബർട്ടിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ 4 ഫ്രീഡം സ്പീച്ച് 1941 അതിൽ നടത്തിയ വിശ്വപ്രസിദ്ധമായ വളരെ ഫേമസ് ആയിട്ടുള്ള 4 ഫ്രീഡം സ്പീച്ചിൽ 4 ടൈപ്സ് ഓഫ് ഫ്രീഡംസിനെ കുറിച്ച് പറയുന്നത്, 4 ഫ്രീഡംസിനെ കുറിച്ച് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സെക്കൻഡ് ഫ്രീഡം ഓഫ് വർഷിപ്പ്, തേർഡ് ഫ്രീഡം ഫ്രം വാണ്ട്, ഫോർത്ത് എന്താണ് ഫ്രീഡം ഫ്രം ഫിയർ. വളരെ ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്യുക. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താണ് 1941 നടത്തിയ പ്രസംഗത്തിൽ 4 ഫ്രീഡത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1 ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്, 2 ഫ്രീഡം ഓഫ് വർഷിപ്പ് ആണ്, 3 എന്താണ് ഫ്രീഡം ഫ്രം വാണ്ട് ആണ്, പിന്നെ 4 ഫ്രീഡം ഫ്രം ഫിയർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. പിന്നെ അടുത്താണ് റീസൺ. അടുത്ത ഫീച്ചർ ആണ് സെൻട്രൽ തീമാണെന്ത് റീസൺ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സെൻട്രൽ തീമാണ് റീസൺ എന്ന് പറയുന്നത്. എന്താണ് റീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം പാർട്ട് ഓഫ് എൻലൈൻമെന്റ് പ്രോജക്ട്. ലിബറലിസം എന്ന് പറയുന്നത് എൻലൈൻമെന്റ് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ലിബറലിസം എമേർജ് ചെയ്യുന്നത്. എൻലൈൻമെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലിബറൽ ഐഡിയാസ് എമേർജ് ചെയ്യുന്നത്, അല്ലെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ലിബറേറ്റ് ഹ്യൂമൻസ് ഫ്രം ദ ബോണ്ടേജ് ടു സൂപ്പർസ്റ്റിഷൻ, അൺലീഷ് ഏജ് ഓഫ് റീസൺ. അപ്പം റാഷണലായി എന്താണ് ചിന്തിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്മാരെ റാഷണലായി ചിന്തിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു സ്പേസ് എന്താണ് ലിബറലിസം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ലിബറേറ്റ് ഹ്യൂമൻസ് ഫ്രം ദ ബോണ്ടേജ് ടു സൂപ്പർസ്റ്റിഷൻ, അൺലീഷ് ഏജ് ഓഫ് റീസൺ. അപ്പം റാഷണൽ ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. റാഷണൽ റീസണബിൾ ആയിട്ട് എന്താണ് മനുഷ്യന്മാർ ചിന്തിക്കുക, അതിനനുസരിച്ച് അങ്ങനെ ആക്ട് ചെയ്യുക. അതിന് ലിബറലിസം എന്ന് പറയുന്ന ഐഡിയോളജി അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എൻലൈൻമെന്റ് തിങ്കേഴ്സ് ആരൊക്കെയാണ്? ജീൻ ജാക്ക് റൂസോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജോൺ ലോക്ക്, ഇമ്മാനുവൽ കാന്റ്, ആഡം സ്മിത്ത്, ജെർമി ബെന്തം. ഇവരൊക്കെ എന്താണ് എൻലൈൻമെന്റ് തിങ്കേഴ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻലൈൻമെന്റ് തിങ്കേഴ്സ് ആണ്. ലിബറലിസം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കേഴ്സും കൂടിയാണ് പിന്നെ ജോൺ ലോക്കും ഇമ്മാനുവൽ കാന്റും ജെർമി ബെന്തവും എല്ലാം. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവർ ഓഫ് റീസൺ പ്രൊവൈഡ്സ് ദ ഹ്യൂമൻ ബീങ്സ് വിത്ത് ദ കപ്പാസിറ്റി ടു ടേക്ക് ചാർജ് ഓഫ് ദർ ലീവ്സ്. അപ്പം റാഷണൽ ആയിട്ട് അവരുടെ എയിംസ് അല്ല അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള വേണ്ടിയുള്ള റാഷണൽ ഡിസിഷൻസ് എടുക്കാൻ, അങ്ങനെ എങ്കിൽ മാത്രം എന്താണ് ഓരോ മനുഷ്യർക്കും എന്താണ് നമുക്ക് ഡിസിഷൻസ് അല്ലെ നമ്മളെ ഗോളിലേക്ക് എത്താൻ പറ്റും. റാഷണൽ ആയിട്ട് ഒരു ജസ്റ്റിഫിബിൾ ആയിട്ട് റീസണബിൾ ആയിട്ട് ചിന്തിച്ചാൽ മാത്രം എന്താണ് നമുക്ക് നമ്മുടെ എയിംസ് കാര്യങ്ങൾ, നമ്മുടെ എയിംസ് ആണെങ്കിലും നമ്മുടെ ആസ്പിറേഷൻസ് ആണെങ്കിലും എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ലാസ്റ്റ് സെൻട്രൽ തീം ആണെന്ത് ടോളറേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. ലാസ്റ്റ് സംഭവമാണെന്ത് ടോളറേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ടോളറേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി? ലിബറൽ സോഷ്യൽ എത്തിക് ആക്സെപ്റ്റൻസ് സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ എവറി സെൻസ്. അപ്പോൾ ലിബറൽ സോഷ്യൽ എത്തിക് അല്ലെ ലിബറൽ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ലിബറൽ സോഷ്യൽ സിസ്റ്റം എങ്ങനെയായിരിക്കും? എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും എല്ലാ തരത്തിലുള്ള ഡൈവേഴ്സിറ്റി എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയോളജി അല്ലെ ഫിലോസഫി ആണെന്ത് ലിബറൽ ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പം സെലിബ്രേറ്റ് ഇൻ എവറി സെൻസ്. റിലീജിയസ് ആകാം, അല്ലെങ്കിൽ കാസ്റ്റ് ആകാം, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആകാം. അപ്പൊ എല്ലാ തരത്തിലുള്ള ആൾക്കാരും എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എന്താണ് അവര്
ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ സിസ്റ്റം, ലിബറൽ സോഷ്യൽ സിസ്റ്റം അല്ല, ലിബറൽ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അസോസിയേറ്റ് വിത്ത് ടോളറേഷൻ, വില്ലിംഗ്നെസ് ടു അലോ പീപ്പിൾ ടു തിങ്ക്, സ്പീക്ക് ആൻഡ് ആക്ട് ഇൻ വേസ് ഓഫ് വിച്ച് വി ഡിസപ്രൂവ്. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ അംഗീകരിക്കുന്നില്ലേലും എന്താണ് മറ്റുള്ളവർ അല്ലെ, നമുക്ക് മറ്റുള്ളവർ ജീവിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി, അവരുടെ കൾച്ചർ അല്ല ട്രഡീഷൻസ് ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എങ്കിൽ പോലും എന്താണ് അവരങ്ങനെ ജീവിച്ചോട്ടെ, അവർക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ടോളറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വില്ലിംഗ്സ് ടു അലോ പീപ്പിൾ ടു തിങ്ക്, സ്പീക്ക് ആൻഡ് ആക്ട് ഇൻ വേസ് ഓഫ് വിച്ച് വി ഡിസപ്രൂവ്. നമ്മൾ അംഗീകരിക്കുന്നില്ല എന്താണ് അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, അവരുടെ ഇഷ്ടത്തിന് പറഞ്ഞോട്ടെ, നമ്മളെ ഹാം ചെയ്യാത്ത പക്ഷം എന്താണ് കുഴപ്പമൊന്നുമില്ല, അവരവരുടെ രീതിയിൽ ജീവിച്ചോട്ടെ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതാണ് ടോളറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെറ്റർ മാനിഫെസ്റ്റ് ഇൻ ദ വേർഡ്സ് ഓഫ് ഫ്രഞ്ച് റൈറ്റർ വോൾട്ടർ. അപ്പോൾ വോൾട്ടർ വളരെ ഫേമസ്, വോൾട്ടറുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പിന്നെ കോട്ടാണ്, ഐ ഡിറ്റസ്റ്റ് വാട്ട് യു സേ ബട്ട് വിൽ ഡിഫെൻഡ് ടു ദാറ്റ് യു ആർ റൈറ്റ് ടു സേ. അപ്പം ഞാൻ എന്താണ്, അപ്പം ഞാൻ നിങ്ങൾ പറയുന്ന കാര്യം അംഗീകരിച്ചെന്ന് വരില്ല, നിങ്ങൾ എന്താണോ പറയുന്നത് അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അത് പറയാനുള്ള അവകാശത്തെ എനിക്ക് എന്താണ് ഉന്മൂലനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിനെ എലിമിനേറ്റ് ചെയ്യാൻ എനിക്ക് അവകാശമില്ല, അതിനെ ഒപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെതിരെ പറയാൻ എനിക്ക് എന്താണ് അവകാശമില്ല. നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഞാൻ അംഗീകരിക്കില്ല, പക്ഷെ അത് പറയാനുള്ള അവകാശത്തെ എന്താണ് ഞാൻ അംഗീകരിക്കുന്നു. ലിബറൽ കേസ് ഓഫ് ടോളറേഷൻ എമേർജ്ഡ് ഫസ്റ്റ് ഇൻ 17th century in the writings of John Milton and John Locke. ജോൺ മിൽട്ടൺ ആൻഡ് ജോൺ ലോക്ക് ആണ് ഫസ്റ്റ് ടോളറേഷനെ കുറിച്ച് പറയുന്നത്, ലിബറൽ റൈറ്റിംഗ്സ് അല്ലെ. പിന്നെ ടോളറേഷനെ കുറിച്ച് ഫസ്റ്റ് എഴുതുന്ന ആരൊക്കെയാണ്? ജോൺ മിൽട്ടണും ജോൺ ലോക്കും ആണ് ഫസ്റ്റ് എഴുതുന്നത്. ടു ഡിഫെൻഡ് റിലീജിയസ് ഫ്രീഡത്തെ എന്താണ് ഡിഫെൻഡ് ചെയ്യാനാണ് ഇവർ മെയിൻ ആയിട്ട് ഈ ഒരു റൈറ്റിംഗ്സ് അല്ലെ, ഇവരുടെ എഴുത്തിലൂടെ എന്താണ് റിലീജിയസ് ഫ്രീഡത്തെ എന്താണ് ഓരോ മനുഷ്യന്മാരുടെ റിലീജിയസ് ഫ്രീഡത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നായിരുന്നു മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഉദ്ദേശം ത്രൂ ദ റൈറ്റിംഗ്സ്. ഇൻ എ ലെറ്റർ കൺസേണിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുസ്തകമാണ്, ജോൺ ലോക്കിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുസ്തകമാണ്. ഇൻ എ ലെറ്റർ കൺസേണിംഗ് ടോളറേഷൻ, ലോക്ക് ആർഗ്യൂ ദാറ്റ് സിൻസ് ദ പ്രോപ്പർ ഫംഗ്ഷൻ ഓഫ് ഗവൺമെന്റ് ഈസ് ടു പ്രൊട്ടക്ട് ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി, ഇറ്റ് ഹാസ് നോ റൈറ്റ് ടു മിഡിൽ ഇൻ ദ കെയർ ഓഫ് മെൻസോൾ. അപ്പം ഗവൺമെന്റ് ലെറ്റർ ഓഫ് കൺസേണിംഗ് ടോളറേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ജോൺ ലോക്ക് വ്യക്തമായി പറയുന്നുണ്ട് ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ എന്താണ്, ഗവൺമെന്റ് ജോലി എന്താണ്, ടു പ്രൊട്ടക്ട് ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. അപ്പൊ 3 നാച്ചുറൽ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. അപ്പൊ അത് മനുഷ്യന്മാരുടെ ഈ 3 റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള മാത്രമാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം അല്ലെ ജോലി എന്ന് പറയുന്നത്. അപ്പം അവർക്ക് മറ്റു ഇൻഡിവിജ്വൽ കാര്യങ്ങൾ എന്താണ് ഇൻഡിവിജ്വൽ ചോയ്സ് അല്ല, അവരുടെ ഇൻഡിവിജ്വൽ ഡിസിഷൻസിന് എന്താണ് മറ്റു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന് ഇടപെടാൻ അവകാശമില്ല എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു ജോൺ ലോക്ക് ഇൻ ലെറ്റർ കൺസേണിംഗ് ടോളറേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൺ ലിബർട്ടി മിൽ ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടോളറേഷൻ ടു ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അപ്പം ലിബർട്ടി എന്ന് പറയുന്ന പുസ്തകത്തിലും മില്ല് പറയുന്നുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ടോളറേഷനെ കുറിച്ച്, സഹിഷ്ണുതയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഓൺ ലിബർട്ടിയിലും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓൺലി വിത്തിൻ എ ഫ്രീ മാർക്കറ്റ് ഓഫ് ഐഡിയാസ് ട്രൂത്ത് വിൽ എമേർജ് ആൻഡ് ഗുഡ് ഐഡിയാസ് റീപ്ലേസ് ബൈ ബാഡ്. അപ്പം ഒരു ഫ്രീ മാർക്കറ്റ് അല്ലെ ഫ്രീ സൊസൈറ്റിയിലാണ് നമുക്ക് എല്ലാവർക്കും അവരവരുടെ ഐഡിയാസ്, തോട്ട്സ് പറയാനും ഡിബേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ ഡിബേറ്റിലൂടെയാണ് ട്രൂത്ത് എമേർജ് ചെയ്യുള്ളൂ. അപ്പം ഒരാൾ മാത്രം പറയുന്നു, അത് നമുക്ക് അങ്ങനെ ഒരാൾ മാത്രം പറഞ്ഞാൽ ട്രൂത്ത് എമേർജ് ചെയ്യില്ലല്ലോ. ഒരാൾ പറയണം, മറ്റുള്ളവർ അതിനെ ഒപ്പോസ് ചെയ്യണം. അപ്പം അങ്ങനെ ഡിബേറ്റും ആർഗ്യുമെന്റ്സ് നടക്കുമ്പോഴാണ് ട്രൂത്ത് അല്ലെങ്കിൽ എന്താണ് ട്രൂത്ത്, എന്താണ് സത്യം, എന്താണ് പിന്നെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സത്യം എമേർജ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അല്ല ഓൺലി എ ഫ്രീ മാർക്കറ്റ് ഓഫ് ഐഡിയാസ്, ഫ്രീ സൊസൈറ്റി, ഒരു ഫ്രീ സൊസൈറ്റി മാത്രമാണ് ട്രൂത്ത് എമേർജ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അക്കോർഡിംഗ് ടു മിൽ ദിസ് ഈസ് ത്രട്ടൺഡ് ബൈ ഡെമോക്രസി ആൻഡ് സ്പ്രെഡ് ഓഫ് ഡൾ കൺഫോമിസം. അപ്പം ഡൾ കൺഫോമിസം എന്താണ്? ബിലീഫ് ദാറ്റ് മെജോറിറ്റി ഈസ് ഓൾവേസ് റൈറ്റ്. ഡെമോക്രസി എന്താണ്? ബേസിക്കലി മെജോറിറ്റി ആൾക്കാർ വോട്ട് ചെയ്യുന്നു, അല്ല എത്ര കൂടുതൽ ആൾക്കാരെ വോട്ട് ആർക്കാണ് കിട്ടുന്നത് അവർ ഭരിക്കുന്നു എന്നുള്ളതാണ് ഡെമോക്രസി സംഭവിക്കുന്നത്, ഇലക്ഷനിൽ സംഭവിക്കുന്നത്. അപ്പം he thought that spread of dull conformism എന്ന് പറഞ്ഞാൽ ബിലീവ് ദാറ്റ് മെജോറിറ്റി ഈസ് ഓൾവേസ് റൈറ്റ്. അപ്പം പിന്നെ ഡെമോക്രസിയിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നു, ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർ ജയിക്കുന്നു. അപ്പം അവരുടെ ഇൻട്രസ്റ്റ് റിഫ്ലക്ട് ചെയ്യും, അല്ല അവരുടെ ഡിസിഷൻസ്, അവരുടെ ചോയ്സ്, അവരുടെ ആസ്പിറേഷൻസ് എന്താണ് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു മില്ല്. ഡെമോക്രസിയിൽ അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ആർഗ്യുമെന്റ്സും അവരുടെ എന്ന് പറഞ്ഞാലും മെജോറിറ്റി ആൾക്കാരുടെ പിന്നെ കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുന്നത് അവരുടെ ഡിസിഷൻസ്, അവരുടെ കാര്യങ്ങൾ, ആസ്പിറേഷൻസ്, ഡിസിഷൻസ്, ചോയ്സ് ആയിരിക്കും ഡെമോക്രസിയിൽ മെയിൻ ആയിട്ട് ഡിസിഷൻസ് ആയിട്ട് വരിക. അതൊരു ഡൾ കൺഫോമിസം, ബിക്കോസ് ബിലീവ് ദാറ്റ് മെജോറിറ്റി ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ ഡെമോക്രസിയിൽ സംഭവിക്കുക. അതാണ് ഡൾ കൺഫോമിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിലീവ് ദാറ്റ് മെജോറിറ്റി ഈസ് ഓൾവേസ് റൈറ്റ്. ആരാണോ മെജോറിറ്റി അവരുടെ ഇമ്പോർട്ടൻസ് ആണ്
അവരുടെ ആസ്പിറേഷൻസിനും അവരുടെ ചോയ്സിനും അവരുടെ കാര്യങ്ങൾക്കുമാണ് എന്ത് ഡെമോക്രസിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അക്കോർഡിംഗ് ടു ജെഎസ്മിൽ അതൊരു ക്രിറ്റിസിസം ആയിട്ടാണ് നമ്മളത് കാണുന്നത്. ഡൽ കൺഫോമിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ലിബറലിസത്തിന്റെ തീംസ് അല്ലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ പിന്നെ ഇന്ന് നമ്മൾ എന്താണ് ലിബറലിസം, അതിന്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അത് എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്നത്, അതോടൊപ്പം തന്നെ ആരാണ് ഫാദർ ഓഫ് ലിബറലിസം, പിന്നെ എന്താണ് ജെ.എസ്. മില്ലിന്റെ ഐഡിയാസിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് UK-യുടെ ഇമ്പോർട്ടൻസ്, സ്പെയിനിന്റെ ഇമ്പോർട്ടൻസ്, ലിബറലിസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് UK-യുടെ ഇമ്പോർട്ടൻസ്, സ്പെയിനിന്റെ ഇമ്പോർട്ടൻസ്, ജോൺ ലോക്കിന്റെ ഇമ്പോർട്ടൻസ്, ജെ.എസ്. മില്ലിന്റെ ഇമ്പോർട്ടൻസ്, അതോടൊപ്പം തന്നെ സെൻട്രൽ തീംസ് ഫ്രീഡം, പിന്നെ അതോടൊപ്പം ഇൻഡിവിജ്വൽസം, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ലിബറലിസത്തെ കുറിച്ചാണ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്ലാസിക്കൽ ലിബറലിസത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പം ഇന്ന് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുപോലുള്ള വീഡിയോസിന്, ക്വാളിറ്റി വീഡിയോസിന് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി വീഡിയോസിന് E4 എഡ്യൂക്കേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. പിന്നെ വാട്സപ്പിൽ ഗൈഡൻസ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ഇതുപോലുള്ള ക്വാളിറ്റി കണ്ടന്റിനും ഗൈഡൻസിനും എന്താണ് ഗൈഡൻസ് ഗ്രൂപ്പും അവൈലബിൾ ആണ്. അതും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം E4 എഡ്യൂക്കേഷൻ.